ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നാളുകളിലെ നമ്മുടെ തിരുവചന വായന വിശുദ്ധ തിരുവചനത്തിലെ പല പുസ്തകങ്ങൾ കോർത്തിണക്കിയുള്ളതാണ്. കാരണം ഒരേ കാലഘട്ടത്തിലെ സംഭവങ്ങൾ പല പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെയും തുടർന്ന് ദിനവൃത്താന്തവും സങ്കീർത്തനങ്ങളും രാജാക്കന്മാരുടെ പുസ്തകവും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുമെല്ലാം ഒരേപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈബിൾ നന്നായി മനസ്സിലാക്കണമെങ്കിൽ ക്രമമായി വായിക്കുന്നതിലുപരിയായി ഇതിൽ പരാമർശിച്ചിരിക്കുന്നതായ സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കി വായിക്കുന്നതാവും നല്ലത്. 1 ദിനവൃത്താന്ത പുസ്തകം നാം വായിച്ചു തീർത്തു. 2 ദിനവൃത്താന്തത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കേണ്ടത്. എങ്കിലും ഇന്ന് നാം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് കാരണം മുൻപ് പറഞ്ഞതാണ്. 1 രാജാക്കന്മാർ 1-2 അധ്യായങ്ങളിലേക്കും സങ്കീർത്തനങ്ങൾ 37, 71, 94 എന്നിവയിലേക്കും നാം വരുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിവർത്തന കാലഘട്ടത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതം അവസാനത്തിലേക്ക് എത്തുകയാണ്. ശലോമോൻ രാജാവാകുന്നു. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് രാജ്യം കൈമാറപ്പെടുകയാണ്. ഒറ്റ നോട്ടത്തിൽ 1 രാജാക്കന്മാർ 1-2 അധ്യായങ്ങൾ അധികാര കൈമാറ്റം, രാഷ്ട്രീയം, മനുഷ്യൻ്റെ അഭിലാഷം, പരാജയം, അനുസരണം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഈ അധ്യായങ്ങൾ സങ്കീർത്തനം 37, 71, 94 എന്നിവയോടൊപ്പം വായിക്കുമ്പോൾ അതിലും ആഴത്തിലുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനങ്ങൾ ആത്മീയ തത്വങ്ങൾ ആണ് നമുക്ക് നൽകുന്നത്. 1 രാജാക്കന്മാർ ആ തത്വങ്ങൾ ചരിത്രത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. സങ്കീർത്തനം 37 പറയുന്നത് ദുഷ്പ്രവർത്തിക്കാരെക്കുറിച്ച് നീ മുഷിയരുതെന്നാണ്. സങ്കീർത്തനം 71 വയോധികനായ ദൈവദാസൻ പറയുന്നു, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു എന്നുമാണ്. സങ്കീർത്തനം 94 നാം വരുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം അനീതി കാണുന്നുവെന്നും ശരിയായ ന്യായവിധി നടത്തുമെന്നും ആണ്. ഇപ്പോൾ 1 രാജാക്കന്മാർ 1-2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സത്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൽ ദാവീദ് ഇപ്പോൾ വളരെ വൃദ്ധനായിരിക്കുന്നു. അവൻ്റെ ശാരീരിക ശക്തി കുറഞ്ഞിരിക്കുന്നു. അതിനാൽ രാജ്യത്തിന് ഒരു പിൻഗാമി ആവശ്യം ആണ്. എന്നാൽ ദാവീദ് ശലോമോനെ പരസ്യമായി രാജാവായി സ്ഥാപിക്കുന്നതിന് മുൻപ് ദാവീദിൻ്റെ മറ്റൊരു മകനായ അദോനിയാവ് സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നു. അദോനിയാവ് തൻ്റെ മനസ്സിൽ ഞാൻ രാജാവാകും എന്ന് തീരുമാനിച്ചു. അവൻ യോവാബിനെയും പുരോഹിതനായ അബ്യാഥാരിനെയും ഉൾപ്പെടെ ചില പ്രധാന വ്യക്തികളെ തൻ്റെ പക്ഷത്താക്കി ഒരു വിരുന്നും ഒരുക്കി. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുള്ളത്, അദോനിയാവ് രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശലോമോൻ ദൈവത്തിൽ നിന്ന് രാജ്യം ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയും ആയിരുന്നു. ഇത് സങ്കീർത്തനം 37 തത്വവുമായി വളരെ മനോഹരമായി ബന്ധപ്പെടുന്നു. തെറ്റായ മാർഗങ്ങളിലൂടെ വിജയിക്കുന്നവരെ കണ്ട് അസ്വസ്ഥരാകരുതെന്ന് സങ്കീർത്തനം 37 വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. ദുഷ്ടന്മാർക്ക് കുറച്ചു കാലത്തേക്ക് ജയിക്കുന്നത് പോലെ തോന്നാം, എന്നാൽ അവരുടെ വിജയം താൽക്കാലികമാണ്. അവസാനം ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ നിലനിൽക്കും. അദോനിയാവ് ഒരു നിമിഷം വിജയിച്ചതുപോലെ തോന്നി. പ്രധാനപ്പെട്ട ആളുകൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവന് സ്വാധീനമുണ്ടായിരുന്നു, അവനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഇതിനകം ശലോമോനെ തിരഞ്ഞെടുത്തിരുന്നു. നാഥാനും ബത്ശേബയും വിഷയം ദാവീദിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ശലോമോനെക്കുറിച്ചുള്ള തൻ്റെ വാഗ്ദാനം ദാവീദ് ഓർക്കുന്നു. തുടർന്ന് ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ അവൻ കൽപ്പിക്കുന്നു. ശലോമോൻ ദാവീദിൻ്റെ കോവറകഴുതപ്പുറത്ത് കയറുന്നു. ജനങ്ങൾ സന്തോഷത്തോടെ ആർത്തു വിളിക്കുന്നു. രാജ്യം അവനെ രാജാവായി അംഗീകരിക്കുന്നു. അദോനിയാവ് മനുഷ്യശക്തിയാൽ പണിത സ്വന്തം രാജ്യം വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നു. ഇവിടെ ഒരു വലിയ പാഠമുള്ളത്, ദൈവം നിയമിച്ച കാര്യം മനുഷ്യൻ്റെ ആകാംക്ഷ കൊണ്ട് ബലമായി പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മറ്റൊരാൾ നമ്മളെക്കാൾ മുന്നോട്ട് പോകുന്നതായി കാണുമ്പോൾ നമുക്ക് ഉത്കണ്ഠയുണ്ടാകുന്നു. മറ്റൊരാൾക്കൊരു സ്ഥാനം ലഭിക്കുന്നു, അംഗീകാരം ലഭിക്കുന്നു, മറ്റൊരാൾ കൂടുതൽ വിജയിക്കുന്നതായി തോന്നുന്നു, മറ്റൊരാൾക്ക് കൂടുതൽ സ്വാധീനം ലഭിക്കുന്നു. അപ്പോൾ സങ്കീർത്തനം 37 നമ്മോട് പറയുകയാണ്, മുഷിയരുത്, കർത്താവിൽ ആശ്രയിക്കുക, നിൻ്റെ വഴി അവനെ ഭരമേൽപ്പിക്കുക. എനിക്ക് വേണ്ടത് എത്ര വേഗത്തിൽ സ്വന്തമാക്കാം എന്നുള്ള ചോദ്യമല്ല നമ്മളിൽ ഉണ്ടാകേണ്ടുന്നത്, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതിനായി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണോ എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ ദാവീദ് ശലോമോന് തൻ്റെ അവസാന ഉപദേശങ്ങൾ നൽകുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിൽ ഒന്നാണിത്. ദാവീദ് യുദ്ധങ്ങൾ നടത്തി, വിജയങ്ങൾ അനുഭവിച്ചു, പരാജയങ്ങൾ അനുഭവിച്ചു, തിരസ്കരണവും പീഡനവും അനുഭവിച്ചു, പാപവും മാനസാന്തരവും പുനഃസ്ഥാപനവും ഒക്കെ അനുഭവിച്ചു. ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവൻ്റെ പ്രധാന ചിന്ത സമ്പത്തോ സൈനിക ശക്തിയോ ഒന്നുമല്ല.
അവൻ ശലോമോനോട് പറയുകയാണ്, ആകയാൽ നീ ഉറപ്പുള്ളവനായിരിക്കുക, പുരുഷനായിരിക്കുക, നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടക്കുക. അതാണ് ദാവീദിൻ്റെ അവസാനമായിട്ടുള്ള ഊന്നൽ, ദൈവത്തോടു കൂടെ നടക്കുക. ഇത് സങ്കീർത്തനം 71 വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സങ്കീർത്തനം 71 ദൈവത്തോടുകൂടെ അനേകം വർഷങ്ങൾ നടന്ന ഒരാളുടെ പ്രാർത്ഥനയാണ്. തൻ്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ദൈവം വിശ്വസ്തനായിരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ഓർക്കുന്നു. ഇവിടെ സന്ദേശം ഇതാണ്: ദൈവത്തോടുകൂടെ ജീവിച്ച ഒരു ജീവിതം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഒരു സാക്ഷ്യമുണ്ടാകണം. ദാവീദ് അതുതന്നെയാണ് ശലോമോനോട് പറയുന്നത്. അവൻ പറയുന്നത്, ഞാൻ സിംഹാസനം വിട്ടു പോകുന്നു, എന്നാൽ ഞാൻ സേവിച്ച ദൈവത്തോടുകൂടെ നീയും നടക്കണം. ദാവീദ് ശലോമോന് ഒരു രാജ്യം വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി അവനൊരു ആത്മീയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഇത് മാതാപിതാക്കൾക്കും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ആത്മീയ നേതാക്കൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അടുത്ത തലമുറയ്ക്ക് നാം എന്തെങ്കിലും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ വിദ്യാഭ്യാസം, സ്വത്ത്, പണം, സ്ഥാനം, നല്ല പേര്, അവസരങ്ങൾ, ഇവയ്ക്കെല്ലാം വിലയുണ്ട്. എന്നാൽ ദാവീദിൻ്റെ അവസാന വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അവകാശം ദൈവത്തോടു കൂടിയ യഥാർത്ഥ ജീവിതമാണ്. സങ്കീർത്തനം 71:18 പറയുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടുമായി നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയും ഉള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്, ധ്യാനമാണ്. മുതിർന്ന തലമുറ പറയുകയാണ്, ഞാൻ ദൈവത്തെ അനുഭവിച്ചിരിക്കുന്നു, ഇനി അടുത്ത തലമുറയും ആ ദൈവത്തെ അറിയണം. ഇത് ക്രിസ്തീയ മാതാപിതാക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഹൃദയം ഇടിപ്പായിരിക്കണം. വെറുതെ ഞാൻ എന്താണ് നേടിയെടുത്തത് എന്നല്ല, പകരം എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്തത് എന്നായിരിക്കണം നമ്മുടെ സാക്ഷ്യം. 1 രാജാക്കന്മാർ 1 മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന ആത്മീയ താക്കോലുകളിൽ ഒന്നാണ് സങ്കീർത്തനം 37. സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്പ്രവൃത്തിക്കാരെക്കുറിച്ച് നീ മുഷിയരുത്. എന്തുകൊണ്ടാണ്? കാരണം തിന്മയ്ക്ക് കുറച്ച് കാലത്തേക്ക് വിജയം ലഭിക്കുന്നത് പോലെ തോന്നാം. അദോനിയാവ് കുറച്ച് സമയത്തേക്ക് വിജയിച്ചതുപോലെയൊക്കെ തോന്നി. യോവാബ് ശക്തനായതായി തോന്നി. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ മനുഷ്യൻ്റെ പദ്ധതികൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. സങ്കീർത്തനം 37 നമ്മോട് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുക, നന്മ ചെയ്യുക, കർത്താവിൽ സന്തോഷിക്കുക, നമ്മുടെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ സ്ഥിരമായിരിക്കുക, അവന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് വളരെ പ്രസക്തമാണ്. മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ ഈ താരതമ്യം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ നാം ചോദിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ കിട്ടുന്നില്ല? മറ്റൊരാൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അവഗണിക്കുന്നത് എന്ന് നാം ചിന്തിക്കുന്നു. എന്നാൽ സങ്കീർത്തനം 37 പറയുന്നത്, താരതമ്യത്തെ അടിസ്ഥാനമാക്കി ജീവിതം പണിയരുത്, വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ജീവിതം പണിയുക. ദൈവത്തിന് നിങ്ങളുടെ ഭാവി അറിയാം, ദൈവത്തിന് നിങ്ങളുടെ സമയം അറിയാം, നിങ്ങളുടെ വിളിയും അറിയാം. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യം നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കേണ്ടതില്ല. 1 രാജാക്കന്മാർ 2 സങ്കീർത്തനം 71 പ്രത്യേകമായി അർത്ഥവത്താണ്. കാരണം രണ്ടും വാർദ്ധക്യത്തെയും ഓർമ്മയെയും അടുത്ത തലമുറയെയും കുറിച്ച് സംസാരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പിന്നോട്ട് നോക്കി അടിസ്ഥാനപരമായി പറയുന്നു, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എൻ്റെ ശരണമായിരുന്നു. അതിനുശേഷം അവൻ മുന്നോട്ട് നോക്കി പറയുന്നു, വരുന്ന തലമുറയോട് നിൻ്റെ ശക്തി ഞാൻ പ്രസ്താവിക്കണം. ദാവീദ് ശലോമോനോട് ചെയ്യുന്നതും ഇതുതന്നെയാണ്. ദാവീദിൻ്റെ ജീവിതം പൂർണ്ണമായിരുന്നില്ല. അവൻ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവകൃപ അവൻ്റെ ജീവിതയാത്രയിലുടനീളം അവനെ പിന്തുടർന്നു. ഇപ്പോൾ ശലോമോനോട് പറയാൻ ദാവീദിന് കഴിയുന്നു, ഞാൻ അറിഞ്ഞ ദൈവത്തെ നീയും അറിയുക. ഇത് ക്രിസ്തീയ പൈതൃകത്തിൻ്റെ വളരെ മനോഹരമായൊരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ മക്കൾക്ക് വെറും ഉപദേശങ്ങൾ മാത്രം ആവശ്യമില്ല, അവർക്ക് നമ്മുടെ സാക്ഷ്യം ആവശ്യമുണ്ട്. നാം എങ്ങനെ പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ വേദനിക്കപ്പെട്ടപ്പോൾ ക്ഷമിക്കുന്നു, മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു, പരാജയപ്പെടുമ്പോൾ മാനസാന്തരപ്പെടുന്നു, ആരും കാണാത്തപ്പോൾ പോലും വിശ്വസ്തരായി നിലകൊള്ളുന്നു. ഇവയെല്ലാം അടുത്ത തലമുറയ്ക്ക് മുമ്പിലുള്ള ജീവിക്കുന്ന നമ്മുടെ ഒരു ബൈബിളായി മാറുന്നു. സങ്കീർത്തനം 94 അനീതിയെയും പീഡനത്തെയും അഭിസംബോധന ചെയ്യുന്നു. ദുഷ്ടന്മാർ വിജയിക്കുന്നത് പോലെയും നിരപരാധികൾ കഷ്ടപ്പെടുന്നത് പോലെയും തോന്നുന്നതിനാൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് നിലവിളിക്കുന്നു. എന്നാൽ അവിടെ ഒരു വലിയ ഉറപ്പുണ്ട്, ദൈവം കാണുന്നു. മനുഷ്യർ കാണാതിരിക്കാം, നേതാക്കൾ കാണാതിരിക്കാം, സമൂഹം കാണാതിരിക്കാം, എന്നാൽ ദൈവം എല്ലാം കാണുന്നു. ഇത് 1 രാജാക്കന്മാർ 1-2 വളരെ മനോഹരമായി ബന്ധപ്പെടുന്നു. അവിടെ രഹസ്യ പദ്ധതികളുണ്ട്, രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുണ്ട്, മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്, വ്യക്തിപരമായ അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ മനുഷ്യർ നടത്തുന്ന എല്ലാ കണക്കുകൂട്ടലുകൾക്കും മീതെ പരമാധികാരിയായ ദൈവത്തിൻ്റെ ഉദ്ദേശം നിലകൊള്ളുന്നു.
അദോനിയാവിന് അവൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു, യോവാബിന് അവൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നു, അബ്യാഥാറിന് അവൻ്റെ കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. എന്നാൽ അവർക്കെല്ലാം മീതെ ദൈവത്തിൻ്റെ പരമാധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനം 94 നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മൗനത്തെ ദൈവത്തിൻ്റെ അഭാവമായി കരുതരുത്. ചിലപ്പോൾ ദൈവം മൗനമായിരിക്കുന്നത് പോലെ തോന്നാം, എന്നാൽ അവൻ പ്രവർത്തനരഹിതനല്ല. ചിലപ്പോൾ ന്യായവിധി വൈകുന്നത് പോലെ തോന്നാം, എന്നാൽ അത് റദ്ദാക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ നീതി പരാജയപ്പെടുന്നത് പോലെ തോന്നാം, എന്നാൽ ദൈവത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടില്ല. ദാവീദിൻ്റെ മരണത്തിന് ശേഷം ശലോമോൻ ചില സങ്കീർണമായ സാഹചര്യങ്ങളെ നേരിടുന്നു. അദോനിയാവ് വീണ്ടും ബേത്ശെബയിലൂടെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. യോവാബ് ന്യായവിധി നേരിടുന്നു. ശിമെയിക്ക് ചില അതിരുകൾ നിശ്ചയിക്കപ്പെടുന്നു. പിന്നീട് അവൻ അനുസരണക്കേട് കാണിക്കുന്നു. ശലോമോന് രാജ്യം ഉറപ്പിക്കേണ്ടി വരുന്നു. സങ്കീർത്തനങ്ങളെ സൗമ്യമായ ഭാഷയിൽ നിന്ന് ഈ ഭാഗം വളരെ വ്യത്യസ്തമായി തോന്നാം. എന്നാൽ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഒരു പ്രധാന സത്യം നമുക്ക് മനസ്സിലാകും. ദൈവരാജ്യം വെറും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടിയപ്പെടുന്നതല്ല. നീതി, ധാർമ്മികത, അനുസരണം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അത് നിലനിൽക്കുന്നത്. ദാവീദ് ശലോമോനോട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ പറഞ്ഞു. ശലോമോൻ പഠിക്കേണ്ടത് ഇതായിരുന്നു: നേതൃത്വം എന്നത് അധികാരം മാത്രമല്ല, ഉത്തരവാദിത്വമാണ്. ഇന്ന് നാം ഒരു കുടുംബത്തെയോ സഭയോ ശുശ്രൂഷയോ സംഘടനയോ നയിച്ചാലും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതം നയിച്ചാലും തത്വം ഒന്ന് തന്നെയാണ്. നീതിയില്ലാത്ത നേതൃത്വം ഒടുവിൽ സ്വയം നാശത്തിലേക്ക് നയിക്കും. സ്വാധീനം മാത്രം പോരാ, സ്ഥാനം മാത്രം പോരാ, കഴിവ് മാത്രം പോരാ, നമുക്ക് സ്വഭാവവും ആവശ്യമാണ്. ഈ അധ്യായങ്ങളിലെ മനോഹരമായൊരു ആത്മീയ പുരോഗതി എന്താകുന്നുവെന്ന് വെച്ചാൽ, സങ്കീർത്തനം 37 മറ്റുള്ളവർ വിജയിക്കുന്നതായി തോന്നുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അദോനിയാവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സമയത്തെ നിർബന്ധിക്കരുതെന്നാണ്. സങ്കീർത്തനം 71 ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നു, നിൻ്റെ ഓട്ടം നന്നായി പൂർത്തിയാക്കി അടുത്ത തലമുറയ്ക്കൊരു സാക്ഷ്യം നൽകുവാൻ വേണ്ടി. 94-ാമത്തെ സങ്കീർത്തനം അനീതി ഉത്തരം ലഭിക്കാതെ കിടക്കുന്നത് പോലെ തോന്നുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. 1 രാജാക്കന്മാരിലെ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതെല്ലാം ദൈവം കാണുന്നു എന്നാണ്. 1 രാജാക്കന്മാർ 1-ലെയും 2-ലെയും അധ്യായങ്ങളിൽ ദൈവം തൻ്റെ ഉദ്ദേശം സ്ഥാപിക്കുന്നു. അതിലെ അവസാനത്തെ സന്ദേശം ഇതാണ്: മനുഷ്യർ പല പദ്ധതികളും ആസൂത്രണം ചെയ്താലും അവസാനം ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ് വിജയിക്കുന്നത്. ഇത് ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്നാമത്, മറ്റുള്ളവർ നിങ്ങളെക്കാൾ മുന്നിലേക്ക് പോകുമ്പോൾ ഉത്കണ്ഠപ്പെടരുത്. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുടെ വിജയവുമായി താരതമ്യം ചെയ്യരുത്. മൂന്നാമത്, ഒരു ആത്മീയ പൈതൃകം പണിതെടുക്കുക. നാലാമതായി, ദൈവമെല്ലാം കാണുന്നു എന്ന് ഓർക്കുക. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള 2 കാര്യങ്ങൾ: ദൈവം എനിക്ക് കാത്തിരിക്കുവാൻ പറഞ്ഞ കാര്യം ഞാൻ തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? 2, എൻ്റെ ജീവിതം ഇന്ന് അവസാനിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഞാൻ എന്ത് സാക്ഷ്യമാണ് വിട്ടുകൊടുക്കുക? 1 രാജാക്കന്മാർ 1ഉം 2ഉം സങ്കീർത്തനങ്ങൾ 37, 71, 94 എന്നിവയോട് ചേർത്ത് വായിക്കുമ്പോൾ നാം ഒരു മഹത്തായ സത്യം കാണുന്നു. മനുഷ്യർ മാറുന്നു, രാജാക്കന്മാർ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, തലമുറകൾ മാറുന്നു, എന്നാൽ ദൈവം മാറുന്നില്ല. അദോനിയാവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, എന്നാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ദാവീദ് വൃദ്ധനാകുകയായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നിയമം തുടർന്നു. രാജ്യം കൈമാറപ്പെടുകയായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പരമാധികാരം നിലനിന്നു. ദുഷ്ടന്മാർ വിജയിക്കുന്നത് പോലെ തോന്നി, എന്നാൽ ദൈവത്തിൻ്റെ നീതി നിലനിന്നു. ദാവീദിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: വിശ്വാസത്തിൻ്റെ യാത്ര ഒടുവിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു സാക്ഷ്യമായി മാറണം. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ക്രിസ്തീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ പറയുവാൻ കഴിയണം: കർത്താവെ, ഞാൻ മുഷിയുകയില്ല, മറിച്ച് ഞാൻ നിന്നിൽ ആശ്രയിക്കും. കർത്താവെ, ഞാൻ ഭയപ്പെടുകയില്ല, മറിച്ച് നിൻ്റെ വിശ്വസ്തത ഞാൻ ഓർക്കും. കർത്താവെ, ഞാൻ നിരുത്സാഹപ്പെടുകയില്ല, എന്നാൽ നീ എല്ലാം കാണുന്നു എന്നെനിക്കറിയാം. കർത്താവെ, എൻ്റെ ജീവിതം നന്നായി പൂർത്തിയാക്കാനും അടുത്ത തലമുറയ്ക്ക് ഒരു ദൈവിക പൈതൃകം വിട്ടുകൊടുക്കാനും എന്നെ സഹായിക്കണമേ. ദാവീദിനോട് വിശ്വസ്തനായിരുന്ന ദൈവം ഇന്നും നമ്മോടും വിശ്വസ്തനാണ്. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.